ഗൈസ്, ലോകൻ്റെ ലൈഫ് കംപ്ലീറ്റ് മാറിയിരിക്കുക. നമുക്ക് ആ ലെറ്റർ മേടിക്കാൻ അച്ഛൻ്റെ അടുത്ത് ചെല്ലുന്നു. പുള്ളിയുടെ ഡൈയിങ് വിഷയമായിട്ട് നമുക്ക് ആ ലെറ്റർ തരുന്നു. ഇത് വേറൊരു ലെറ്ററല്ല, ആ റെനൻസ് റെസ്റ്റിൻ്റെ അടുത്ത അനന്തരാവകാശി നമ്മളാണ്. ഇപ്പോൾ മെയിൻ ചാലഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഈ ലെറ്റർ കൊണ്ടുപോയി ഹൗസ് ബോൾട്ടനെ ഏൽപ്പിച്ചാൽ മാത്രമേ ഇത് ലീഗലാക്കാൻ കഴിയൂ. അവൻ്റെ കയ്യിൽ കൊണ്ടുപോയി ഹൗസ് ബോൾട്ടൻ്റെ ഒരു സീലും കൂടെ കിട്ടിയാലേ ഉള്ളൂ ഈ ഡോക്യുമെൻ്റ് നമുക്ക് ലെജിറ്റാകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിൻ്റെ എയറായിട്ട് നമ്മൾ ലീഗലാവുള്ളൂ. ഗെയിം ഓഫ് ത്രോൺസ് സീരീസ് കണ്ടിട്ടുള്ളവർക്കറിയാം, ഹൗസ് ബോൾട്ടൻസ് എന്ന് പറയുന്നത് വില്ലന്മാരാണ്. ഒരു മെയിൻ വില്ലനല്ല, നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ അടുത്ത് പോയി ഇത് കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമല്ല. Master Snow, thank you. If the Starks still held Winterfell, these fools would still be shoveling horse shit and trying to bed anything that moved. What's the North come to? Oh, God, stop! No! Sorry, big brother. Oh, what is... You know them? Met him on the road to Lastaf. That Halrin, the Bolton man. He demanded food for his men. They came up short, so he took the brother instead. Said it'd teach him a lesson. I'm done watching things like this happen. This is no way to live. Has Hugo returned to Lastaf? I need to speak with him. Tell him to talk some sense into his captain. And if he refuses, well, then I'll just have to give him a piece of my mind instead. I doubt Halron's one for listening to sense. Doubt Hugo'd have much luck. But he can at least try. Master, every day more folk are being dragged off like cattle. I won't stand by and watch it happen anymore. I won't live like a coward. I hear you. I do. I just hope for your sake that Hugo listens. Hello guys, so welcome back to episode 3 of Game of Thrones King's Road. ഇതിനു മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ കുറേ ചേഞ്ചസ് വരുത്താൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു അടിപൊളി സജഷൻ വന്നു. ഗെയിം 38 മിനിറ്റ്സ് ഓളമുണ്ട് ഓരോ എപ്പിസോഡ്സും, ഒരു 40 മിനിറ്റിനടുത്ത്. അപ്പോൾ അത് മുഴുവൻ ഒറ്റ സ്ട്രെച്ചിലെടുക്കുമ്പോൾ ഫോൺ ഓവർ ഹീറ്റ് ആകുന്നു, അപ്പോൾ ഗെയിം ലാഗ് ആകുന്നു, മൊത്തത്തിൽ ക്വാളിറ്റി എഫക്റ്റ് ചെയ്യുന്നുണ്ടാണ്. അപ്പോൾ അതിനൊരു സജഷൻ വന്നു, ഇതൊരു പാർട്ട് ബൈ പാർട്ട് ചെയ്യുവാണെങ്കിൽ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അത് സൂപ്പറായിരുന്നു. അത് ട്രൈ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ എപ്പിസോഡ് 3 നമ്മൾ 2 ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ഈ സൂപ്പർ സജഷൻ തന്നതിന് ഒരു ബിഗ് താങ്ക്സ്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ലാസ്റ്റ് ഹാർത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് ഹൗസ് അംബറിൻ്റെ സ്ഥലമാണ്. ഏരിയയെല്ലാം കണ്ടു. ഇപ്പം ബോൾട്ടൻസിൻ്റെ അക്രമമാണ് ഇവിടെ ഉള്ളത്. അതാണ് എല്ലാം ആൾക്കാരെല്ലാം കെട്ടിത്തൂക്കിയിട്ടേക്കുന്നത്. ആകെ പ്രശ്നമാണ് ഇവിടെ. You've said it yourself. You've Halron's favor. So use it. Tell him to stop this mess. It's not that easy, woman. The state of the North is beyond the likes of us to meddle with. You know what? I can't talk about this anymore. Go home. Go bake your little pies and grovel for coppers. Live your little pathetic life. What? What did you just... I didn't mean... Griselda, Fine. Seems I've been a fool then. Used to think the boy I used to know was still in there somewhere. But apparently not. I won't be bothering you again. You've my word. Griselda, wait. Gris! I'd say that went poorly. She's always so bloody stubborn. I'm trying to keep her safe. She'd know that if she just... God damn it! Let's go after her, shouldn't I? ഈ ഹൗസ് ബോൾട്ടൻസിനെ കൊണ്ടുള്ള ശല്യം കാരണം എല്ലാവരും ഇവരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കും. പക്ഷേ നിവൃത്തിയില്ല. കാരണം ഇവരാണ് ഇപ്പം വിന്റർഫെല്ല് പിടിച്ചടക്കിയതും അതിൻ്റെ കൺട്രോളിലായത്. അത് ഗെയിം ഓഫ് ത്രോൺസിൻ്റെ സീരീസ് കണ്ടിട്ടുള്ളവർക്ക് ഇപ്പോൾ കഥ നന്നായിട്ട് കണക്റ്റ് ആവും, അടിപൊളിയായിട്ട് കണക്റ്റ് ആവും. ഇതിലിപ്പം ഏകദേശം സീസൺ 3യുടെ എൻഡിൽ ആണ്. അതിൽ തിയോൺ ഗ്രേജോയ് ചെന്ന്
വിൻ്റർഫെല്ല് പിടിച്ചെടുക്കുന്നു. Mr. Hother, young as ever. I may be old, young master, but I could still give you a clip around the ear, I'll have you know. I don't doubt it. Why are you out here? Sifting through some new books I had delivered. A word of advice. You have two hands. You can hold a sword in one, but do put a book in the other, lest you end up like Aegon IV. What would I do without you, Maester? I shudder at the thought, young master. അങ്ങനെ തിയോൺ ഈ ഏരിയ പിടിച്ചടക്കി കഴിയുമ്പോൾ റാംസി ബോൾട്ടനാണ് വന്ന് ഇത് ടേക്ക് ഓവർ ചെയ്യുന്നത്. അങ്ങനെ ബോൾട്ടൻസാണ് ഇപ്പോൾ വിൻ്റർഫെല്ല് നോർത്ത് ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത്. അവന്മാരുടെ വൃത്തികെട്ട രീതികളാണ് അവർ ഫോളോ ചെയ്യുന്നത്. അതാണ് ഈ ഏരിയ മൊത്തം വയലൻസ് നശിപ്പിച്ചിട്ടേക്കുന്നത്. Our former ward. What are you doing this far from your home? I had no word you'd return to the north. Father's health is failing. He called me home to claim the family name. He deserves better than to die this way. And with your brothers killed at the Red Wedding. Dire circumstances indeed. I will tell the Maester to send a poultice to your father first thing in the morrow. It's the least I can do for an old, dear friend. Last Hearth looks far worse for wear when I was the Great John's ward. Aye. The Boltons cut through my lands, flaunting banners and writs, saying the king's peace needs enforcing. They hold my husband as their prisoner. If I defy them, he dies, and they'll flay twice as many of our people. Winter's close. When it comes, no flayed man will hold these lands. You sound like John himself. He'd have thrown these men out our gates the first day, and doomed us all by sunset. Would you be so eager, I wonder, were it your men they held? Your halls they watched? My lady, the men of the Night's Watch need your aid. They always need aid, child. What can I do for you? I return from Castle Black with grave news. An army of wildlings marches on the wall, driven from their homes by something much worse. The dead rise beyond the wall. I've seen it with my own eyes. Steel cannot kill them. We can only hope to slow them down. Please, you must send north anything you can spare. Men, weapons, anything to help the Watch deal with this army of the dead. Well, that's truly a story, my dear friend. You will remember House Umber marched south with King Rob's forces. We lost some 2,000 men in the campaign. And when the Red Wedding happened, Last Hearth is in no position to lose more men. But we have not forgotten the times your family and the Night's Watch have stood with us. House Umber will not shirk its duty to the realm. The Watch will have what little I can give. Grain, tools, some fresh blades and hauberks from the forgers. That will have to do. Thank you, my lady. I would stay longer, but I must ride on. I must speak to Lord Bolton about presenting my father's writ of legitimization to the king. It shan't hurt to ask him about support for the wall either. I'd sooner hang Roose Bolton than ask him for help, but he is the Warden of the North. He has a duty to protect it. അപ്പോൾ നമ്മൾ കഥയുടെ തുടക്കത്തിൽ ജോൺ സ്നോയെ രക്ഷിച്ച് നമ്മളവിടെ നിന്ന് രക്ഷപ്പെട്ട് അങ്കിൾ കെന്നത്ത് മരിക്കുന്നു. അത് കഴിഞ്ഞ് വരുമ്പോൾ ജോൺ സ്നോ നമ്മളോട് പറയുന്നുണ്ട്,
വൈറ്റ് വാക്കേഴ്സ് കൂടിക്കൂടി വരുന്നു. അതിനെ അവരുടെ കാസിൽ ബ്ലാക്കിലുള്ള സോൾജേഴ്സ് മാത്രം വിചാരിച്ചാൽ തടയാൻ പറ്റില്ല. അപ്പോൾ അതിന് പരമാവധി ഹൗസുകളിൽ നിന്ന് ഹെൽപ്പ് വേണം. അതാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പല പല ചെറിയ ഹൗസുകളിൽ ചെന്ന് നമ്മൾ ആളുകളെ ഹെൽപ്പും വെപ്പൺസും ഒക്കെ ചോദിക്കുകയാണ്. Master, Griselda, she's gone. Haven't seen her since this morning. She's probably just angry, but can't help feeling. She's just being stubborn, ain't she? Won't last. I've no doubt she'll be back tomorrow, grinning like a fool. Anyhow, Captain Halrin wants to see you at the gates. Let's get moving. ഈ ഹ്യൂഗോയും ക്രിസൽഡയും ആക്ച്വലി നമ്മുടെ റെസ്റ്റിൽ ഉള്ള ആൾക്കാരാണ്. ഇവരെനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് പോലെയാണെന്ന് തോന്നുന്നു കേട്ടിട്ട്. ഹ്യൂഗോ നല്ലൊരു ക്യാരക്ടറാണോ ഇല്ലയോ എന്ന് ഇതുവരെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അറിഞ്ഞിടത്തോളം അവനൊരു ഫാമിൽ വളർന്ന ഒരു സാധാരണക്കാരനാണ്. പക്ഷേ മിലിറ്ററി ചേരാനായിട്ട് ആഗ്രഹം. ഈ ബോൾട്ടൻസ് ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് അവരുടെ കൂട്ടത്തിലാണ് പുള്ളി ചേർന്നിരിക്കുന്നത്. നോക്കാം എന്താ അവസ്ഥ. Ah, good. Young Master Snow. Is that... God, no! No! What is the meaning of this? We have a saying at the Dreadfort. A naked man has few secrets, but a flayed man has none. This wench confessed before I was even half done flaying her. She'd been talking to wildlings, sharing our movements. What bloody wildlings! She knit scarves. She made pies. She'd never... She lied to you, boy. They all do when they're guilty. You lied, you fucker! I did this! I killed her! We're soldiers! We follow orders! I've no use for lovesick farmhands! Enough! Let him go. He saved your life. You owe him his. Hugo and his girl were often seen in Renan's Rest, I hear. For your help, I've decided to leave this fact out of my report to Lord Bolton. Good. One of my men will escort you to Winterfell. Consider it my last reward for your service. Safe travels, bastard. Sorry. Sorry. കണ്ട ഞാൻ പറഞ്ഞില്ലേ, ഇവന്മാർ വെറും ഡാഷന്മാരാണ്. പെങ്കുച്ചിനെ കൊന്നു കളഞ്ഞു സംശയത്തിൻ്റെ പേരിൽ. പിന്നെ ചോദ്യം ചെയ്ത് പറഞ്ഞു. ഇവരുടെ ഈ ബോൾട്ടൻസിൻ്റെ ഒരു രീതിയായി ക്രോസ് പോലെ കുത്തിവെച്ചിട്ട് അതിൽ ആൾക്കാരെ ടൈപ്പ് ചെയ്യും, കെട്ടിയിട്ടിട്ട് അവരുടെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ടാണ് ഇവർ ടോർച്ചർ ചെയ്തത്. അങ്ങനെ ടോർച്ചർ ചെയ്തിട്ട് അവർക്ക് വേണ്ട ഇൻഫർമേഷൻസൊക്കെ എടുക്കും. അവരെ കൊല്ല കൊല്ലും. അതിനെ ഫ്ലൈയിങ് എന്നാണ് ഇവർ വിളിക്കുന്നത്. അത് ഇവന്മാരുടെ ഒരു രീതി. അത് തന്നെയാണ് ഇവന്മാരുടെ ഹൗസിൻ്റെ സിജിൽ എന്ന് പറഞ്ഞാൽ അവരുടെ എംബ്ലം. അപ്പം ഇവന്മാരെ ഇപ്പം സഹിക്കല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. പക്ഷേ നമ്മളെന്തായാലും സ്റ്റോറിയിൽ ഇവന്മാർക്കിട്ടൊരു പണി കൊടുക്കുമല്ലോ. അപ്പം നമുക്ക് നല്ല ഈ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ സീരീസിൻ്റെ അകത്ത് റാംസി ബോൾട്ടൺ തിയോൺ ഗ്രേജോനെ പിടിച്ചു കഴിഞ്ഞിട്ട് അവനെ ഒരു അടിമയായിട്ട് മാറ്റും. അത് ചെയ്യുന്നതും ഈ ഫ്ലെയിങ് ആണ്. ഫുള്ള് കെട്ടിയിട്ട് കൊല്ലാക്കൊല ചെയ്ത് ടോർച്ചർ ചെയ്ത് അവൻ പറയുന്ന എന്തും ഒരു വളർത്തുനായ അനുസരിക്കുന്ന പോലെ അവൻ ട്രെയിൻ ചെയ്തെടുക്കും. അത് ആ റാംസി ബോൾട്ടൻ്റെ ആ എപ്പിസോഡ്സ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. വേറും വൃത്തിയിട്ടാണ്. അപ്പം ഇപ്പം എനിക്ക് മനസ്സിലാകുന്നത്, ഇപ്പം ബോൾട്ടൻസ് റൂൾ ചെയ്യുന്നിടത്ത് ചെല്ലുമ്പോൾ മിക്കവാറും റാംസി ബോൾട്ടനും അവൻ്റെ ഫാദറും ഒക്കെ ഉണ്ടാവണം. സോ കഥ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുകയാണ്. ഹോപ്പ്ഫുള്ളി ഇതിൻ്റെ ഈ നരേഷൻ ഇതുപോലെ ഇങ്ങനെ കഥ കൂടുതൽ മനസ്സിലാക്കി തരാൻ എന്നെക്കൊണ്ട് സാധിക്കട്ടെ.
ഞാൻ ശ്രമിക്കാം. ഞാൻ ഇത് പരമാവധി ഗെയിമും നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ സീരീസിലെ കഥയുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന പോലെ ഞാൻ ശ്രമിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ആദ്യത്തെ 2-3 എപ്പിസോഡ്സ് കണ്ടിട്ടുള്ളവർക്കറിയാം, ഇപ്പം ഇത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വരുവാണ്. നമ്മളിത് ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ഇപ്പോഴും പഠിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് എന്നോട് സഹകരിക്കണം. ഓരോ തവണ വരുമ്പോഴും കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കാം. ഇപ്പോൾ സ്റ്റോറി ടെല്ലിംഗ് ആണെങ്കിലും റെക്കോർഡിങ്, അതുപോലെ വോയിസ് ഓവർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. That's Winterfell down there. You've that look. Let me tell you, I've marched under Flint, Umber, Stark, and now Bolton. Makes no difference. Lord's a lord. You don't have to love who sits on the throne, but you'll show respect. മോനെ വിൻറ്റർഫെല്ലിൻ്റെ ലുക്ക് കണ്ടു. അപ്പോൾ നമ്മൾ എപ്പിസോഡ് 3യുടെ എൻ്റെ എത്തിയിരിക്കുകയാണ്. ഒരുപാട് സജഷൻസ് വരുന്നുണ്ടെങ്കിലും കമൻസ് ആയിട്ടോ അങ്ങനെ ആരും ഇടാറില്ല. ദയവ് ചെയ്ത് കുറച്ച് പേരെങ്കിലുമൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നല്ല സജഷൻസൊക്കെ കമൻസൊക്കെ ആയിട്ട് ഇടണം. അപ്പോൾ ഇത് നമ്മുടെ വീഡിയോ കുറച്ച് കൂടുതൽ ആളുകൾ കാണുകയും നമ്മുടെ ചാനൽ അങ്ങനെ ഗ്രോ ചെയ്യാനും സാധിക്കട്ടെ. അപ്പം അതൊന്ന് കൺസിഡർ ചെയ്യണം. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടേക്ക് കെയർ. ലവ് യു. Still, Bruce Bolton is the wall's best hope for aid. Don't know if you'll listen, but I have to try.